ഹലോ ഗായ്സ്, ഇതിൽ ഒരു മിനി വ്ളോഗാട്ടോ. ഇത് നൈറ്റ് ഒരു 10:30ക്ക് ഞങ്ങൾ കാലിക്കറ്റ് പോവുക. ഒരു ഒറ്റ മൈൻഡിൽ പ്ലാൻ ചെയ്ത് പോയതാട്ടോ. ഫൈസൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ട്രൗസറൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒന്ന് നിർത്തിയതാട്ടോ. നല്ല വില കുറവാണ്, അവിടെ 50 രൂപയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. കാലിക്കറ്റ് ആട്ടോ നമ്മൾ പോകുന്നത്. കാലിക്കറ്റ് നല്ല നൈറ്റ് വൈബ്. ഞാൻ അങ്ങനെ പോവാറൊന്നുമില്ല കാലിക്കറ്റിലോട്ട്, അതുകൊണ്ട് എനിക്ക് അധികം അറിയില്ല. പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ വൈകുന്നേരം ആ ടൈമിൽ പോവാറുള്ളൂ. ഈ നൈറ്റ് ഇത്രയും ലേറ്റ് ആയിട്ട് പോവാറൊന്നുമില്ല. ആകെ ഒരു പ്രാവശ്യമായിട്ട് ഞാൻ പണ്ട് പോയിട്ടുള്ളൂ, ഒരു 1 ഇയർ മുമ്പോ അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ദീദി ഇറങ്ങി കേട്ടോ. കാർ പാർക്കിംഗ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനും പിന്നെ ഫായ്സാക്കാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവരെ കണ്ടു. അവർക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കല്ലുമ്മക്കായി അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്താൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ എത്തി, അത്യാവശ്യത്തെ ഇരിക്കാനൊക്കെ പറ്റിയ ഏരിയ. അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മോൻ കയ്യിലുണ്ടായതുകൊണ്ട് തന്നെ ലിമിറ്റേഷൻ ഉണ്ട് എടുക്കാൻ. അങ്ങനെ ഫൈസ് നല്ല ക്യൂട്ടല്ല അവൾ കാണാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. കാടമുട്ടൊക്കെ പ്രത്യേക ടേസ്റ്റ്, എനിക്ക് വിശന്നിട്ട് അറിയില്ല. അങ്ങനെ അവിടുന്ന് ഫൈസൂന് ബലൂൺ വേണം പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടോ. അവിടുത്തെ ചേച്ചി പാവ ഉറങ്ങായിരുന്നു കേട്ടോ. എന്നിട്ട് അതിനെ ഉണർത്താൻ പാടില്ല ശരിക്കും, പാവം അവർക്ക് കച്ചവടം ഉണ്ടായിക്കോട്ടെ എഴുതിയിട്ട് ഉണർത്തി. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്ത് കഴിക്കണം പക്ഷേ എനിക്കിങ്ങനെ ക്രൗഡാകുമ്പോൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാടോ. എന്താ സംഭവം എനിക്കറിയില്ല. എനിക്ക് ക്രൗഡാകുമ്പോൾ കഴിക്കണം എന്ന് തോന്നൂല. എല്ലാവരും ആരെങ്കിലും നമ്മൾ നോക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ തോന്നില്ല. പൊതുവെ എനിക്ക് ഉണ്ടാവാറില്ല. പക്ഷേ ക്രൗഡാകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് ഞാൻ ഫൈസിനോട് പറഞ്ഞു, ഞാൻ വീഡിയോ എടുക്കേണ്ടത് നീ നല്ല രീതിയിൽ നിൽക്കുക. അവൾ ഫോട്ടോക്ക് നിൽക്കുന്ന പോലെയാണ് വീഡിയോക്ക് നിന്നത്. അതുപോലെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് അവൾ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. എന്ത് കഴിക്കണം എന്ന് കൺഫ്യൂഷനാണ്. പക്ഷേ എനിക്ക് സുർക്കിയിലിട്ടൊക്കെ അപ്പം എനിക്ക് കഴിക്കാൻ തോന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ ഭയങ്കര പൂതിയുണ്ട് കേട്ടോ. കാരണം അപ്പം എന്താണാവോ എനിക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ, എല്ലാവരും നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ നോക്കുന്ന പോലെ തോന്നി. അങ്ങനെ മിക്കുടൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലൈറ്റ് കണ്ട് പ്രത്യേക ഇഷ്ടം. അപ്പോൾ അവന് ഈ ബലൂൺമ കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഫൈസിനോട് വീണ്ടും അവളോട് വീഡിയോ എടുക്കട്ടെ, നല്ല കാലാണല്ലോ അവളെ ഏജൊക്കെ അല്ലേ, എന്ത് രസമുള്ള ഏജ്, ടെൻഷനില്ല, കാര്യങ്ങളില്ല, വെറുതെ ഇരുന്നാൽ പോരെ. അങ്ങനെ പൈനാപ്പിൾ, ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ബലൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കടല മുനീബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല കഴിച്ചു. അങ്ങനെ ഫൈസ് പറഞ്ഞു ഞാനിവിടെ കളിക്കുകയാണ്, വീട് കയറ്റി കളിക്കുകയാണ്, അങ്ങനെ കളിക്കായിരുന്നു. അങ്ങനെ പിന്നെ കുറേ ചെക്കന്മാർ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നമ്മൾ മൈൻഡൊക്കെ റിലീഫ് ആവാൻ ഇങ്ങനെയൊക്കെ പോകേണ്ടത് നല്ലതാണ് കേട്ടോ. ആ നൈറ്റ് നല്ലൊരു വൈബായിട്ട് എനിക്ക് തോന്നി, മൈൻഡൊക്കെ അടിപൊളിയായിട്ട്. പിന്നെ ഒരു സാധനം വാങ്ങിച്ചത് ഇട്ടാ പൊട്ടിയോ, ആ സാധനം താഴോട്ട് എറിഞ്ഞാൽ ടും പറഞ്ഞ ശബ്ദം ഉണ്ടാവും. അധികം ശബ്ദമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഒന്ന് നല്ല ശബ്ദം ഉണ്ടായിരുന്നു. മുനീബിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് പോയത് ചിക്കിങ്ങിലോട്ടോ കേട്ടോ. ചിക്കിങ്ങിൽ നിന്ന് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം ഏകദേശം 2:30 ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. മിക്കുടനെ നല്ല ഉറക്കം വന്ന അവന് ഭയങ്കര ക്ഷീണിച്ച് ഇതായിട്ട് കരിയായിരുന്നു. അപ്പോൾ സമാധാനത്തിൽ കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ആളുകൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു, പക്ഷെ ഞങ്ങൾ അത് കളിക്കാനൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. കാരണം ക്രൗഡുമാണ്. പിന്നെ മിക്കുടൂൻ്റെ കരച്ചിലുണ്ടായപ്പോൾ ഞാൻ മുനീബിനോട് പറഞ്ഞു നമുക്കിനി പോവാം, കാരണം ലേറ്റാണ്, നമ്മളും ക്ഷീണിക്കല്ലേ. കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ഓൾറെഡി പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ മിൽക്ക് ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മലപ്പുറം കറങ്ങാമെന്ന് കരുതിയിട്ട് ഡയറക്റ്റ് പിന്നെ കാലിക്കറ്റ് പോയത്. പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ഒന്നും അവന് വേണ്ടി എടുക്കാൻ പറ്റിയിട്ടില്ല. സോ ഞങ്ങൾ ജസ്റ്റ് നോക്കി നിന്നേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഞാൻ കളിക്കാനൊന്നും നോക്കിയിട്ടില്ല. ഞാൻ എന്ത് ക്രൗഡല്ലേ ഈ കാലിക്കറ്റ്, എനിക്കറിയില്ലായിരുന്നു ഇത്ര ക്രൗഡൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അങ്ങനെ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ റിട്ടേൺ പോരുക കേട്ടോ. റിട്ടേൺ പോന്നപ്പോൾ മുനീബാണ് കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നത്, കാരണം അവരൊക്കെ ഉറങ്ങിയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഓക്കെ കുട്ടാ.